തന്റെ പാർട്ടിയെയും സർക്കാരിനെയും മുഖം നോക്കാതെ കുറ്റപ്പെടുത്തുന്ന അൻവറിനെ പോലെ കേന്ദ്രത്തിലുമുണ്ട് ഒരു മന്ത്രി. വേറെ ആരുമല്ല, കേന്ദ്ര മന്ത്രിസഭയിലെ നാലാമനായ നിതിൻ ഗഡ്കരിയാണ്. സ്വന്തം പാർട്ടി ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ സർക്കാർ അത്ര പോരാ എന്നാണ് ഗഡ്കരിയുടെ വാദം. ഇത് ചുമ്മാതെ അങ്ങ് പറയുന്നതല്ല. പോരായ്മകൾ ഓരോന്നും അക്കമിട്ട് നിരത്തിയാണ് ഗഡ്കരി സർക്കാരിനെതിരെ തിരിയുന്നത്. മഹാരാഷ്ട്ര സർക്കാരിന്റെ ലഡ്കി ബഹിൻ പദ്ധതിക്കെതിരെയാണ് കേന്ദ്ര ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി തിരിഞ്ഞത്. സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായത്തിനായി ആരംഭിക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ മറ്റു മേഖലകളിൽ കൃത്യസമയത്ത് സബ്സിഡികൾ നൽകുന്നതിന് തടസ്സമാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിമർശനത്തോടെ സ്വന്തം പാർട്ടിയുടെ വിമർശകനായി മാറിയിരിക്കുകയാണ് നിതിൻ ഗഡ്കരി. നിക്ഷേപകർക്ക് അവരുടെ സബ്സിഡി കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടോ ആർക്കറിയാം, ലഡ്കി ബഹൻ പദ്ധതിക്കും കേന്ദ്രം പണം നൽകണം എന്നായിരുന്നു വാക്കുകൾ. നാഗ്പൂരിൽ പൊതുപരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. മുൻപ് മറ്റ് സബ്സിഡികൾക്കായി നീക്കിവച്ചിരുന്ന ഫണ്ടുകൾ ഈ ഇനത്തിൽ വകമാറ്റപ്പെടുമെന്ന ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചു. നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുകയാണെങ്കിൽ അതെടുക്കുക എന്നും, എന്നാൽ വീണ്ടും എപ്പോൾ ലഭിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല എന്നും, ലഡ്കി ബഹൻ യോജന ആരംഭിച്ചതോടെ സബ്സിഡികൾക്കായി അനുവദിച്ച ഫണ്ട് അതിനുകൂടി ഉപയോഗിക്കേണ്ടി വരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര സർക്കാരിന്റെ ഈ പദ്ധതി പ്രകാരം 21നും 65നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് വൈവാഹിക നില പരിഗണിക്കാതെ കുടുംബ വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാത്ത പക്ഷം പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡും ലഭിക്കും. സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നും 46,000 കോടി രൂപ ചെലവിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ദീപാവലിക്ക് ശേഷം നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ലഡ്കി ബഹിൻ പദ്ധതിയിലും സംസ്ഥാനത്തിന്റെ ധനകാര്യത്തിലും ഗഡ്കരി എടുത്ത പരസ്യ നിലപാട് പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷം ആവേശത്തിനായതിനാൽ പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രിയുടെ വിമർശനം ഏറ്റുപിടിക്കാൻ കോൺഗ്രസും NCPയും ശിവസേനയും ഒട്ടും സമയം പാഴാക്കുകയില്ല. അധികാരത്തിലിരിക്കുന്നവർ പോലും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മോശമായ അവസ്ഥയിലാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ നാം എല്ലാവരും പരിഭ്രാന്തരാകണം എന്നവർ പ്രതികരിച്ചു. മുതിർന്ന കേന്ദ്രമന്ത്രിയായ ഗഡ്കരി ഇപ്പോൾ മഹാരാഷ്ട്രയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരസ്യമായി അംഗീകരിക്കുകയാണെന്നും ഇത് ഒരു സോപ്പ് ഓപ്പറയ്ക്ക് യോഗ്യമായ ട്വിസ്റ്റാണെന്നും ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് പറഞ്ഞു. അതിനേക്കാൾ ഉപരി അടിയന്തര ഫണ്ട് കിട്ടാത്തതിനാൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങൾക്കുള്ള സഹായം റദ്ദാക്കുന്നത് പോലെയുള്ള വിഷയങ്ങളിൽ ഒന്നും പറയുന്നില്ല എന്നും ജയറാം രമേശ് പറഞ്ഞു. 400-ലധികം കരാറുകാർക്ക് 15 മാസമായി ശമ്പളം നൽകാത്തതിനെ കുറിച്ചും ധനക്കമ്മി 1,00,000 കോടി കവിഞ്ഞതിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. സംസ്ഥാനത്തിന്റെ മൊത്തം കടം ഇപ്പോൾ 7 ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നു. ഇത് സംസ്ഥാനത്തിന്റെ GDPയുടെ 20%-മാണ്. ഭരിക്കുന്നവരുടെ തൊപ്പിയിലെ ഒരു യഥാർത്ഥ തൂവലാണിതെന്നും രമേശ് പരിഹസിച്ചു.